ഇതൊരു കഥയല്ല, ഒരു സിനിമയുമല്ല. കേരളത്തിൽ പഴയൊരു സർക്കാർ ഗേൾസ് ഹോസ്റ്റലിൽ വർഷങ്ങളായി പറയപ്പെടുന്ന ഒരു അനുഭവ പരമ്പരയാണ്. ഈ ഹോസ്റ്റലിൽ ഒരേ സമയം 100-ലേറെ പെൺകുട്ടികൾ താമസിച്ചിരുന്നു. എല്ലാവരും ഒരേ കാര്യം പറഞ്ഞു. പക്ഷെ ആരും ഒരേ കാര്യമാണ് കണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. സ്ഥലം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇന്നും ആ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നു. പഴയ കെട്ടിടം, ഇരുമ്പ് പടികൾ, നീളം കൂടിയ കോറിഡോർ. വൈകുന്നേരം കഴിഞ്ഞാൽ അസാധാരണമായ ശബ്ദരഹിതത. വേഡൻസ് രാത്രി അവിടെ താമസിക്കാറില്ല. അതൊരു നിയമമല്ല, പക്ഷെ എല്ലാവരും അത് പാലിച്ചു. ആ ഹോസ്റ്റലിൽ ഒരു നിയമമുണ്ടായിരുന്നു, എഴുതി വെച്ചതല്ല. രാത്രി 10 കഴിഞ്ഞാൽ 3-ാം നിലയുടെ അവസാന ബാത്റൂം ആരും ഉപയോഗിക്കരുത്. പുതിയ കുട്ടികൾ ചോദിക്കും, എന്തുകൊണ്ട്? സീനിയേഴ്സ് ഒരേ മറുപടിയാണ് പറയുന്നത്, അങ്ങനെയൊരു റൂൾ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവിടെ ഒരു ബാത്റൂം മാത്രമല്ല, പല ബാത്റൂമുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബാത്റൂം എപ്പോഴും ലോക്ക് ആയിരിക്കും. ലോക്ക് ഇല്ലാത്ത രാത്രികളിൽ പോലും ആരും തുറക്കില്ല. കാരണം അത് തുറന്നാൽ അന്ന് രാത്രി ഹോസ്റ്റലിൽ ഉറക്കം വരില്ല എന്നാണ് പഴയവർ പറഞ്ഞത്. രാത്രികളിൽ ചില പെൺകുട്ടികൾ ഒരേ അനുഭവം പറഞ്ഞു. ബാത്റൂം ടാപ്പ് സ്വയം തുറക്കുന്നത് പോലെ ശബ്ദം, ഫുഡ് സ്റ്റെപ്സ്, നനഞ്ഞ ഫുഡ് സ്റ്റെപ്സ്. ഒരേ ബാച്ച് അല്ല, പക്ഷേ ഒരേ ഫ്ലോർ. ക്ലീനിംഗ് സ്റ്റാഫ് രാവിലെ പറഞ്ഞത്, ഇന്നലെ ആരോ ബാത്റൂം ഉപയോഗിച്ചു, പക്ഷേ ഇന്നലെ രാത്രി ആരും പോയിട്ടില്ല. ഒരു ദിവസം ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് രാത്രി അർജന്റ് ആയതുകൊണ്ട് അവൾ അവിടെ പോയി. അവൾ റൂൾ മറന്നു. 3-ാം നിലയുടെ അവസാന ബാത്റൂം തുറന്നു. അകത്ത് വെളിച്ചമുണ്ടായിരുന്നു, പൈപ്പുകൾ ചോർന്നില്ല, പക്ഷേ ഫ്ലോർ മുഴുവൻ നനഞ്ഞിരുന്നു. അവൾ പറയുന്നു, അവിടെ ഒറ്റയ്ക്കല്ല എന്ന് തോന്നി. ആ രാത്രി ആരും സ്ക്രീം കേട്ടില്ല, ഡ്രാമ ഇല്ല. അവൾ രാവിലെ ക്ലാസ്സിൽ പോയി, പക്ഷേ അവൾ പഴയ അവളല്ലായിരുന്നു. അവൾ കുറച്ചു ദിവസത്തിനകം ഹോസ്റ്റൽ വിട്ടു. കാരണങ്ങളൊന്നും പറഞ്ഞില്ല, ഒരു സെന്റൻസ് മാത്രം, അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. സീനിയേഴ്സ് അന്നാണ് പുതിയ റൂൾ പറഞ്ഞത്. രാത്രി 10 കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വിളിച്ചാൽ, ശബ്ദം കേട്ടാൽ വാതിൽ തുറക്കരുത്, പുറത്ത് നോക്കരുത്, മറുപടി പറയരുത്. പെൺകുട്ടികൾ പറഞ്ഞു, ശബ്ദം ഭയപ്പെടുത്തുന്നതല്ല, പരിചിതമാണ്. അമ്മയുടെ ശബ്ദം, സഹോദരിയുടെ ശബ്ദം, റൂംമേറ്റിന്റെ ശബ്ദം. ഓരോരുത്തർക്കും വേറെ ശബ്ദം, പക്ഷേ ഒരേ സമയം. കോറിഡോറിൽ നിന്ന്, ബാത്റൂമിൽ നിന്ന്, സ്റ്റെയർ കേസിൽ നിന്ന്. ഒരേ നിയമം, മറുപടി പറയരുത്. വർഷങ്ങൾക്ക് ശേഷം ഹോസ്റ്റൽ റെനോവേറ്റ് ചെയ്തു. ബാത്റൂം നീക്കി, ഫ്ലോർ നമ്പർ മാറ്റി. പക്ഷേ പുതിയ കുട്ടികൾ ഇന്നും പറയുന്നു, ഈ കോറിഡോറിൽ ഒരാൾ കൂടിയുണ്ടെന്ന് തോന്നുന്നു. 100 പെൺകുട്ടികൾ താമസിച്ച ആ ഹോസ്റ്റലിൽ എല്ലാവർക്കും ഒരേ ഭയമുണ്ടായിരുന്നു. പക്ഷേ ആരും ഒരേ കാര്യം കണ്ടില്ല. ഇത് കഥയാണെങ്കിൽ അത്ര വർഷങ്ങളായി അതെങ്ങനെ മാറാതെ നിന്നു? ഇതുപോലെയുള്ള റിയൽ സ്റ്റോറികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.